നമ്മൾക്ക് ഹൈ ഈൽഡിങ് പശുക്കളോട് അതുങ്ങളെ കാണുന്നതും വളർത്തുന്നതും വാങ്ങുന്നതൊക്കെ ഒരു താല്പര്യമുള്ളൊരു കാര്യങ്ങളായിരുന്നു. 4-4.5 ലക്ഷത്തിന് വരെ നമ്മളിവിടുന്ന് പശുക്കളെ കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പുള്ളിയും ആ സ്ട്രോ അവിടെ ഇട്ടു. നമ്മൾ ആ സ്ട്രോ എടുത്ത് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ നമ്മളതിന് 1-2 നമ്പർ, അന്ന് നമ്മളും ഇതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ല. അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, കാരണം 36 കിട്ടിയ പശുവിനെ 12 ലിറ്റർ കുത്തിവെച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നമ്മൾക്കറിയാം. അന്ന് നമ്മൾ ആ LAയെ വിളിച്ച് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു, ഇത് ചെന പിടിക്കാതിരുന്നാൽ നിന്റെ ഭാഗ്യം. നമസ്കാരം. വയനാട് മാനന്തവാടിയിലാണ്. ഇവിടെ ഒരു 40 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ഡയറി ഫാമിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു പിതാവ് തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം മകൻ വെറ്റിനറി നഴ്സിങ്ങും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ പഠിച്ച് മികച്ച പശുക്കളെ ഉരുത്തിരിച്ച് വന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കർഷകശ്രീ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക. സ്വാഗതം കർഷക. പിതാവ് തുടങ്ങി വെച്ച ഡയറി ഫാമിൽ പിതാവിനോടൊപ്പം വർക്ക് ചെയ്ത് അതിൽ കൂടുതൽ അറിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ ഫാം മേഖലയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാനൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്, പ്രൈവറ്റായിട്ട് ചെയ്യുന്നു. അതോടൊപ്പം കൃഷി മേഖലകളും എല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ പിതാവിനോടൊപ്പം ഫാമും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരു MSc സുവോളജി സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ പഠിച്ചത് +1 +2 VHSC, ഇവിടെ നിന്ന് 40 കിലോമീറ്ററോളം ദൂരെ. നമ്മളുടെ സാഹചര്യങ്ങൾ നോക്കി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന കോഴ്സ് VHSC പഠിക്കാൻ വേണ്ടി അവിടെ പോയാണ് പഠിച്ചത്. അതിനുശേഷം PSC സുവോളജി ചെയ്തു. അതിന് ശേഷം നമുക്ക് സാഹചര്യങ്ങളും നമ്മുടെ പഠനവും എല്ലാം നോക്കി MSc സുവോളജി ചെയ്തു. അങ്ങനെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ചെറുപ്പം മുതലേ പഠനത്തിലൂടെ തന്നെ നമ്മൾ ഈ കൃഷിയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാറുണ്ട്. ചെറുതായിരുന്നപ്പോൾ മുതൽ നമ്മൾ രാവിലെ കറവയും പാല് കൊണ്ട് കൊടുക്കലും കഴിഞ്ഞിട്ടാണ് സ്കൂളുകളിലും പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 10ലും 8ലും 9ലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നേക്കാൾ വലിയ 1ൻ്റെ സൈക്കിൾ എന്ന് പറയുന്ന അറ്റ്ലസ് സൈക്കിളിൽ ഒരു ക്യാൻ പാലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ആളുകൾ അതിശയോക്തിയോടുകൂടി നോക്കാറും ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. കാരണം ആ സൈക്കിളിൽ വലിയ ക്യാരിയറൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു ക്യാൻ പാല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സൈക്കിൾ കൊണ്ട് നിൽക്കുമ്പോൾ ക്യാനിൻ്റെ അത്ര പോലും എത്താറില്ല. ഞാൻ പാല് കൊണ്ട് പോകുന്നത് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പഠനത്തോടൊപ്പം ഈ മേഖലയിൽ താല്പര്യത്തോടു കൂടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ മേഖലയിലേക്ക് വരാൻ കാരണം. ഞാൻ അതിന് ശേഷം ഇൻസെമിനേഷൻ കോഴ്സ് പഠിക്കാൻ തിരുവനന്തപുരത്ത് KVKയിൽ മിത്രനികേതനിൽ പോയി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ സ്റ്റൈഫൻഡറി ട്രെയിനിങ്ങോടുകൂടിയ വെറ്റിനറി നേഴ്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തു. അതിനുശേഷം അവിടെ ഹോസ്പിറ്റലിലും മണ്ണൂത്തി ഫാമിലും വർക്ക് ചെയ്തു. ഈ അനുഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലായി ഫാം മേഖലയിൽ ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഞാൻ ഇൻസെമിനേഷൻ കോഴ്സ് പഠിക്കാനും ആ മേഖലയിലേക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾക്ക് ഹൈ ഈൽഡിങ് പശുക്കളോട് അതുങ്ങളെ കാണുന്നതും വളർത്തുന്നതും വാങ്ങുന്നതൊക്കെ ഒരു താല്പര്യമുള്ളൊരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ വർഷവും ബാംഗ്ലൂർ, മൈസൂർ നടക്കുന്ന ദസറ ഷോകൾക്കും കറവ് മത്സരങ്ങൾക്ക് പശുക്കളെ നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യാറുണ്ട്. എത്ര കറവുള്ള പശുക്കളുണ്ടെങ്കിലും നമ്മൾക്ക് വാങ്ങാൻ ആളുകളുണ്ട്. അപ്പോൾ ആ പശുക്കളെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വളർത്തി അതിന് ഇളം കറവയിലല്ല വറ്റുകറവയിലാണെങ്കിൽ പോലും ഈൽഡ് കിട്ടിയ പശുക്കളെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ആ പശുക്കളെ എല്ലാ വർഷവും ജനുവരിയിലാണ് ഷോ നടക്കാറ്. ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഷോ നടക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കും. ഇനി വറ്റുകറവ് പശുവാണ്, നല്ല ഈൽഡ് കിട്ടിയ പശുക്കൾ നമ്മൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വിറ്റ പശുക്കളാണെങ്കിൽ പോലും നമ്മൾ ആ പശുക്കളെ കൊണ്ടുവന്ന് ആ സമയത്തേക്ക് പ്രസവിക്കുന്ന രീതിയിൽ സംരക്ഷിച്ച് കുത്തിവെച്ച് പ്രസവിച്ച് പശുക്കളെ നമ്മൾ വിൽക്കാറുണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത്. അത് 4-4.5 ലക്ഷത്തിന് വരെ നമ്മളിവിടുന്ന് പശുക്കളെ കൊടുത്തിട്ടുണ്ട്. അത് മൈസൂർ മേയർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പശുവിനെ കണ്ട് ഒരു കറവ കണ്ടതിന് ശേഷമാണ് നമ്മൾ വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുക. അതിനുശേഷം ഒരാളിവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെയും കറവ കണ്ടതിന് ശേഷമാണ് പശുക്കളെ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പശുക്കളെ കൊടുക്കുന്നതിൽ നമ്മൾക്ക് കടിഞ്ഞൂലിൽ തന്നെ 36 ലിറ്റർ പാല് കിട്ടിയ നമ്മൾ ഈറോഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പശു ഉണ്ടായിരുന്നു. അതിനെ നമ്മുടെ ഇവിടെയുള്ള ഒരു LI, വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്, LI കുത്തിവെച്ചത്. പശു മതി ഇളകി കുത്തിവെക്കാൻ നമ്മൾ ആളെ വിളിച്ചു. അദ്ദേഹം വന്ന് പശുവിനെ കുത്തിവെച്ചിട്ട് പോയി. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പുള്ളിയും ആ സ്ട്രോ അവിടെ ഇട്ടു. നമ്മൾ ആ സ്ട്രോ എടുത്ത് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ നമ്മളതിന് 1-2 നമ്പർ, അന്ന് നമ്മളും ഇതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ല,
ആ നമ്പറിലുള്ള ഡീറ്റെയിലുകൾ തപ്പിയപ്പോൾ നമുക്ക് ഇവിടെ ലോക്കലി അന്വേഷിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഡോക്ടറോട് ചോദിച്ചപ്പോൾ പോലും നമ്മൾക്കതിൻ്റെ ഡീറ്റെയിലുകൾ കിട്ടുന്നില്ല. അങ്ങനെ നമ്മളത് കോഴിക്കോടുള്ള സെവൻ സെൻറ്ററിൽ വിളിച്ച് ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോൾ വെറും 12 ലിറ്ററാണ് ശരാശരി ദിവസേന 12 ലിറ്റർ കിട്ടുന്ന ഒരു HFൻ്റെ, അത് HF എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മുരിയുടെ സെമനാണ് കുത്തിവെച്ചിട്ട് പോയത്. അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, കാരണം 36 കിട്ടിയ പശുവിനെ 12 ലിറ്റർ കുത്തിവെച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് അന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അന്ന് നമ്മൾ ആ LA വിളിച്ച് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു, ഇത് ചെന പിടിക്കാതിരുന്നാൽ നിൻ്റെ ഭാഗ്യം, ചെന പിടിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭാഗ്യത്തിന് ചെന പിടിച്ചുമില്ല. പിന്നീടാണ് നമ്മൾ ഈ ഇമ്പോർട്ടഡ് സെമനുകളിലേക്ക് ചിന്തിക്കുന്നത്. കാരണം ഈൽഡ് കൂടി കിട്ടുക എന്നാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ പോലും പശുക്കളെ നമുക്ക് ലഭിക്കാനില്ല. അതായത് നല്ല പശുക്കളെ, ഉൽപ്പാദനം കൂടിയ നല്ല പശുക്കളെ നമുക്ക് കിട്ടാനില്ല. ലക്ഷങ്ങൾ കൊടുക്കാൻ ആളുകൾ തയ്യാറാണെങ്കിൽ പോലും കിട്ടുന്നില്ല. ആ സമയത്താണ് നമ്മൾ നല്ല പശുക്കളെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇമ്പോർട്ടഡ് സെമനുകളിലേക്കും നല്ല ഈൽഡുള്ള സെമനുകളിലേക്ക് എത്തി. അന്ന് നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ചാൻസ് കിട്ടിയപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ആ കോഴ്സ് പഠിച്ചിറങ്ങി. അവിടുന്ന് കോഴ്സ് പഠിച്ചിറങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ ക്രയോക്കാൻ ഓർഡർ കൊടുത്തു. അതിനുശേഷം സെമനുകൾ എടുക്കാൻ തുടങ്ങി. അറ്റ്ലസ്, നമ്മളിപ്പോൾ എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന 40-116 NTDBയുടെ അറ്റ്ലസ്, അതാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. 59.5 ലിറ്റർ കിട്ടുന്ന ആ സെമൻ നമ്മൾ കൊണ്ടുവന്നു. അത് യൂസ് ചെയ്തു, നമ്മളുടെ ഹൈ ഈൽഡ് കിട്ടിയ പശുക്കളിൽ യൂസ് ചെയ്തു. അതിൽ നമുക്ക് കുട്ടികളെ കിട്ടി. ഇപ്പോഴും ഇവിടെയുണ്ട്, നമുക്ക് കാണാം. ഒരാളിപ്പോൾ പ്രസവിച്ച് നിൽക്കുന്നുണ്ട്. അവൾ പ്രസവിച്ചിട്ട് 23 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ അവൾക്ക് പിന്നെ 31ഓളം ലിറ്റർ പാലായിട്ടുണ്ട്. ഇനിയും പാൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 35-ന് മേലേക്കാണ് നമ്മുടെ പ്രതീക്ഷ. അവളെ നമ്മൾക്ക് കാണാം. അതുപോലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിഡ് നൈറ്റ് താനോസ് മുതലുള്ള സെമൻ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള തലമുറയിൽ അതുപോലെയുള്ള പശുക്കളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ LA ഇൻസെമിനേഷൻ മേഖലയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു ജേഴ്സി, വളരെ ഭംഗിയുള്ള, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പശുവാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ പ്രസവത്തിൽ നമുക്ക് 26 ലിറ്റർ പാല് കിട്ടി. ഇപ്പോൾ ഇവൾ നിറച്ചനിയാണ്. ഇനി ഒരു 20 ദിവസം കൊണ്ട് അവൾ പ്രസവിക്കും. ഇവളിലും ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ NTDBയുടെ മിഗാണ്, 40-138. ഒരു നല്ല പശുക്കുട്ടിയെ പ്രതീക്ഷിക്കുന്നു. വേറെയും മിഗിൻ്റെയും പശുക്കുട്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്രാവശ്യം ഒരു 26-ന് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അറ്റ്ലസിൻ്റെ ഡോട്ടർ. ഇവളുടെ അമ്മ നമുക്ക് 36 ലിറ്റർ വരെ കിട്ടിയ ഒരു റെഡ് ഐൻ പശുവായിരുന്നു. അതിൽ ഞാൻ അറ്റ്ലസ് യൂസ് ചെയ്തിട്ട് ഉണ്ടായതാണ്. ഇപ്പോൾ 25 മാസമായി. ഇവളിപ്പോൾ പ്രസവിച്ചിട്ട് 20 ദിവസം കഴിഞ്ഞു. ഇവളുടെ കുട്ടി മിഗിൻ്റെ തന്നെ ഡോട്ടറാണ്. മിഗാണ് ഞാൻ ഇവളിൽ യൂസ് ചെയ്തത്. ഇപ്പോൾ 31 ലിറ്റർ പാലോളം എത്തിയിട്ടുണ്ട്. ഒരു 35 എബോവ് ആണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതിലേക്ക് വലിയ താമസമില്ലാതെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവൾക്ക് ഇപ്പോൾ 25 മാസം പ്രായമായിട്ടുണ്ട്. ഇവളെ നമ്മൾ ഇത്ര താമസിക്കാൻ കാരണം, ഈ 2 വയസ്സ് ആവാൻ ഉള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ചെറുപ്പത്തിൽ നല്ല നോട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ 8 മാസം മുതൽ പശുക്കുട്ടികൾ, നല്ല വളർച്ചയിലുള്ള കുട്ടികൾ മതിയിളകും. നമ്മൾ ആ സമയങ്ങളിൽ കുത്തിവെക്കുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് കറവയ്ക്കൊക്കെ നല്ല പാല് കിട്ടുന്നു. പിന്നീട് അങ്ങോട്ട് 2ാമത്തെ 3ാമത്തെ പ്രസവങ്ങളിലൊക്കെ പാല് കുറയുന്ന ഒരു പ്രവണത കാണാറുണ്ട്. സാധാരണ നമ്മൾ ഓരോ പ്രസവത്തിനും പാല് കൂടുതൽ പ്രതീക്ഷിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിലേ കുത്തിവെച്ച് പ്രസവിച്ച് ഉണ്ടാവുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രവണത കണ്ടതുകൊണ്ട് ഇവളെ നമ്മളങ്ങനെ താമസിപ്പിച്ചാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവളെ ഞാൻ ഉദ്ദേശിക്കുന്നത് താനോസ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് പോലെയുള്ള ബുള്ളുകളുടെ സെമനാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ സെമൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 64 ലിറ്റർ വരെ ഉൽപ്പാദനമുള്ള ഒരു പശുവിൻ്റെ കുട്ടികളാണ് മിഡ് നൈറ്റും താനോസും. അതുകൊണ്ട് തന്നെ ഇവളിൽ ആ സെമൻ യൂസ് ചെയ്ത് ഒരു പശുക്കുട്ടിയെ കിട്ടുക, അവരെ വളർത്തിയെടുക്കുക. അങ്ങനെ ഒരു 2-3 ജനറേഷൻ കൊണ്ട് നല്ല ഉൽപ്പാദനമുള്ള, നമ്മളുടെ നാട്ടിൽ തന്നെ വളർന്നു വരുന്ന, രോഗപ്രതിരോധ ശേഷിയുള്ള, ആരോഗ്യമുള്ള നല്ല കുട്ടികളെ ഈ പറയുന്ന ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാതെ, ഇവർ വളർന്നു വരുമ്പോൾ നമുക്ക് ലക്ഷങ്ങൾ മുതൽ മുടക്ക് വരുമെങ്കിൽ പോലും അതിലേക്ക് എത്തിക്കാതെ നമ്മുടെ കൂടെ തന്നെ വളർന്ന് നമ്മളോടൊപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല ഒരു പശുക്കുട്ടികളെ പുതുതലമുറയിൽ വളർത്തിയെടുക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവളെ നമ്മളിനി മിഡ് നൈറ്റോ അല്ലെങ്കിൽ താനോസോ യൂസ് ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
ലെന, ഇവളും നമ്മുടെ അറ്റ്ലസിൻ്റെ കുട്ടിയാണ്. ഇവളുടെ അമ്മ വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇതേപോലെ തന്നെ തല മാത്രം വെള്ളയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്ലോറി എന്ന് പറയുന്ന പേരിട്ടിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ്. അവൾക്ക് 48 ലിറ്റർ വരെ പാൽ കിട്ടിയതാണ്. അവളിൽ അറ്റ്ലസ് യൂസ് ചെയ്തിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഇവൾ 1.25 വയസ്സ് കഴിഞ്ഞു. അടുത്ത മാർച്ചോടുകൂടി 2 വയസ്സത്തേക്കും. ഇവളിലും നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടഡ് ജേഴ്സി മിഗാണ്. കടിഞ്ഞൂലുകൾക്കെല്ലാം ഞാൻ ജേഴ്സിയാണ് പൊതുവെ സജസ്റ്റ് ചെയ്യാറും യൂസ് ചെയ്യാറും. രണ്ടാമത്തെ പ്രസവത്തോടു കൂടി നമ്മൾ നല്ല ഈൽഡുള്ള HFൻ്റെ പശുക്കളെ, കാരണം സാധാരണ എല്ലാ കർഷകർക്കും ഇടയിൽ കുട്ടികൾ വലുതായാൽ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നത് കൊണ്ട് ആദ്യത്തെ പ്രസവത്തിൽ നമ്മൾ ജേഴ്സിയൊക്കെ ആണെങ്കിൽ കുട്ടികൾ അങ്ങനെ വലിയൊരു വലിപ്പം നമ്മൾ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ജേഴ്സിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രസവത്തിൽ ഇവളെയും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മിഡ് നൈറ്റോ അല്ലെങ്കിൽ താനോസോ തന്നെ യൂസ് ചെയ്യും. നമ്മുടെ ഫാമിൽ നമ്മൾ വളർത്തിയെടുത്തതും നമ്മൾ സ്ഥിരം നിർത്തി കറക്കുന്നതുമായ എല്ലാ പശുക്കളുടെയും ഡീറ്റെയിലുകൾ നമ്മൾ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കാറുണ്ട്. അവർ പ്രസവിച്ചത്, അവരെ കുത്തിവെച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ ഓരോ പേരുകൾ ഇടും. അതും നമ്മളിങ്ങനെ സാധാരണ എല്ലാവരും ഇടുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ. കാരണം വിദേശികളായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള പേരുകളാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. സാധാരണ എല്ലായിടത്തും അമ്മിണി, പിന്നെ കറുമ്പി എന്നൊക്കെ കാണുന്നത് പോലെ നമ്മൾ കുറച്ച് വെറൈറ്റി പേരുകളാണ് കൂടുതലും യൂസ് ചെയ്യാറ്. അങ്ങനെ എല്ലാവർക്കും നമ്മൾ പേരുകൾ ചെയ്ത് അവരവരുടെ മുന്നിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ അടുത്തുണ്ടായ ആണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ നമ്മൾ യൂസ് ചെയ്ത സെമൻ ഏത് ബുള്ളിൻ്റെ ആണോ അത്, അവരുടെ അമ്മ, അതുപോലെ അവരെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യുന്ന ഡേറ്റ്, അവരെത്രാമത്തെ പ്രസവമാണ്. അപ്പോൾ ഏകദേശം ഒരാൾക്ക് ഈ ബോർഡിൽ നോക്കിയാൽ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരെത്രാമത്തെ പ്രസവിച്ചു, എന്നാണ് പ്രസവിച്ചത്, എന്നാണ് നമ്മൾ കുത്തിവെച്ചത് എന്നുള്ള എല്ലാ ഡേറ്റുകളും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഇതിൽ തന്നെ, കാരണം എന്നും നമ്മൾക്കും രജിസ്റ്റർ എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരുവിധം എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ ഈ ബോർഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് രജിസ്റ്റർ നോക്കി എല്ലാ ഡീറ്റെയിലുകളും കിട്ടുക. ഞാനൊക്കെ ചെറുപ്പത്തിൽ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് 4.5 ഏക്കർ വയലുണ്ട്. 2 കൃഷി എടുക്കുന്ന 4.5 ഏക്കർ വയലുണ്ട്. അന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ വെള്ളം തേകിയിട്ടാണ് കൃഷി ചെയ്താലും 2 നെൽകൃഷി എടുക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി 3 ജോഡി ഏരുകൾ ഈ വീട്ടിൽ ആവശ്യമുണ്ട്. 3 ജോഡി എന്ന് പറയുമ്പോൾ 6 കാളകൾ നില ഉടുവാൻ വേണ്ടി തന്നെ ആവശ്യം വരും. അത് പിന്നെ ഞാൻ വലിയ കാളകളെ തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയ കാളകളെ ആക്കി കഴിഞ്ഞപ്പോൾ അത് 2 ജോഡിയാക്കി ചുരുക്കി. ആ കാളകൾ വളർത്തുന്നതോടൊപ്പം തന്നെ ആ കൂടുതൽ നല്ല പശുക്കളെയും അന്നും വളർക്കുന്നുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 5 കുപ്പി 6 കുപ്പി പാലുള്ള പശുക്കളെ വീട്ടിലുള്ളൂ, ഒരു 75-70 കാലഘട്ടങ്ങളിൽ. പിന്നെ ഞാനൊരു 82 കാലഘട്ടത്തിലായപ്പോഴത്തേക്കും എനിക്കൊരു 15 വയസ്സായപ്പോഴത്തേക്കും ഞാൻ തന്നെ നല്ല പശുക്കളെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അന്ന് തന്നെ 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ തമിഴ്നാട്ടിൽ പോകുമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് നല്ല പശുക്കളെ കൊണ്ടുവന്ന് അത് പാല് വിറ്റുവാങ്ങുമ്പോൾ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ലാഭകരമാണെന്ന് തോന്നി. അങ്ങനെ കൊണ്ടുവന്ന് ഏകദേശം 82 ആയപ്പോഴത്തേക്കും നല്ലൊരു ഫാം. അന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു ഫാമും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ 82-ലെല്ലാം ഞാനൊരു 12-13 പശുക്കളെ നിലനിർത്തിക്കൊണ്ട് പുൽകൃഷിയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പുൽകൃഷിയും ചെയ്ത് നന്നായിട്ട് സൊസൈറ്റി പാലെടുക്കാൻ തുടങ്ങി. 86 ആയപ്പോഴത്തേക്കും വലിയ ഡബിൾ സൈഡ് തൊഴുത്തുണ്ടാക്കി. അതിനുശേഷം 2010 തൊഴുത്താണ് ഇത്. അന്ന് കേരളത്തിൽ തന്നെ ഈ ടൈലൊക്കെ ഇട്ട തൊഴുത്തുകൾ ആദ്യമായിട്ടാണ് ഈ മോഡൽ തൊഴുത്തുണ്ടാകുന്നത്. അങ്ങനെ പശുക്കൾക്ക് ഈ മോഡൽ തൊഴുത്തുകളുണ്ടാക്കി. പിന്നെ നല്ല പാൽ, ഒരു 150 ലിറ്റർ പാലൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ അളക്കാൻ കഴിയുമ്പോൾ മന്ത്ലി ഒരു ബാലൻസ് പൈസ കിട്ടും. അങ്ങനെ അതിന്നാണ് ഡെവലപ്പ് ചെയ്ത് ഈ നിലയിലേക്ക് എത്തിയത്. ഇപ്പോഴും നമ്മൾക്ക് മാസം എങ്ങനെ വന്നാലും എല്ലാം കഴിച്ചിട്ട് ഒരു 70,000 രൂപ, 60,000, 70,000-ത്തിനുള്ളിൽ ഇപ്പം ഈ നിലവിലുള്ള പശുക്കളെ വെച്ചിട്ട് നമുക്ക് ബാലൻസ് ആക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ അധ്വാനത്തിന് പണമില്ല, പണിക്കാരുടെ കൂലി കാലിത്തീറ്റ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പൈസയാണ് ഒരു 60,000, 70,000. പിന്നെ ചികിത്സാ കാര്യങ്ങൾക്കൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള ഡോക്ടർമാരെ സേവനം തേടേണ്ടി വരുന്നില്ല. കാരണം ഞങ്ങളെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് രോഗങ്ങളെല്ലാം കണ്ടെത്തി അതിൻ്റെ സ്റ്റാർട്ടിങ് ഏജിൽ തന്നെ പശുക്കളുടെ അകിടുവെക്കാണെങ്കിൽ അത് മിൽക്ക് കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ സെൻസിറ്റീവായിട്ടുള്ള മരുന്നും കൊടുത്തിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. 47 വരെയുള്ള പശുക്കളെ നമ്മളിവിടെ ആദ്യം വളർത്തിയിരുന്നു. അതെല്ലാം കർണാടകത്തിലെ കറവ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 വർഷത്തോളം എല്ലാ വർഷവും 2-3 പശുക്കളെ 45-47 വരെയുള്ള പശുക്കൾ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് 35 വരെയുള്ള പശുക്കളുള്ളൂ. അതിൽ മേലായിട്ടുള്ള പശുക്കളില്ല. 35 വരെ പാലുള്ള പശുക്കളുള്ളൂ. ഇപ്പം അവർ കർണാടകത്തിൽ അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. പഞ്ചാബിൽ നിന്ന് അവർ 60-65 ലിറ്റർ കിടക്കുന്ന പശുക്കളെ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ നമ്മൾ 45-47 പശുക്കളെ അവർക്ക് ഡിമാൻഡും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യകാലങ്ങളിൽ ഈ സീസണിൽ നമുക്ക് നല്ല പശുക്കളെ അങ്ങനെ വിറ്റിട്ട് നല്ലൊരു ഏണിങ്സും ഉണ്ടാവുമായിരുന്നു.
ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ മാത്രം ആശ്രയിച്ച് പാൽ വെക്കുന്നുണ്ട്. സൊസൈറ്റി ഇപ്പോൾ പാലിൻ്റെ ക്വാളിറ്റി പ്രശ്നങ്ങളും SNF പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കർഷകരെ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഞാനിപ്പോൾ ആ മേഖലയിൽ ക്ഷീരമേഖലയിൽ ഭരണ സംവിധാനത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് ഇടപെടുന്നില്ല. അത് സംഘങ്ങളുടെ പ്രതിനിധികൾ, ഭരണസമിതികൾ എന്താ ചെയ്യട്ടെ. പക്ഷേ കർഷകരെ പൂർണ്ണമായിട്ട് ഇപ്പം നിരുത്സാഹപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ക്ഷീരമേഖലയിൽ കണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്ന തീറ്റപ്പുല്ല് പ്രശ്നങ്ങളും അതും ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് ചെറിയൊരു വിഷമം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കർണാടകത്തിലെ കർഷകർക്ക് ഈ ചോളം വിൽക്കുന്നത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ലാഭമാണ് അവർക്ക് കിട്ടുക. ഉണക്കച്ചോളം വെക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ലാഭം കിട്ടുന്നുണ്ട്. അവർക്ക് നല്ല ലാഭമാണ്. പക്ഷേ ഇതിൽ ഏതോ ഒരു ലോബി എന്തോ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ഷീര കർഷകർക്ക്, വയനാട്ടിലെ കർഷകർക്ക് പ്രത്യേകിച്ച് ഈ ചോളം വരാത്ത വലിയൊരു ആശങ്കയാണ്. കഴിഞ്ഞ വർഷം വരെ മിൽമ പച്ചപ്പുല്ല് 1 രൂപയ്ക്കും ചോളവും 1.80 ഇറക്കി കൊടുത്താൽ മിൽമ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറി. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല. അവരത് പിന്മാറിയും കർണാടക ചോളം വരാതിരിക്കുകയും ചെയ്താൽ വയനാട്ടിൽ ഏകദേശം 2,80,000 ലിറ്റർ പാല് പ്രതിദിനം ഉൽപ്പാദനമുള്ളൊരു ജില്ലയാണിത്. ഏകദേശം 40,000 കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. മേഖലയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ 10-40 കൊല്ലമായിട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും വന്നാലും എനിക്ക് 3-4 ഏക്കർ പച്ചപ്പുല്ല് കൃഷിയുണ്ട്. അത്യാവശ്യം തീറ്റകളൊക്കെ കൊണ്ട് നമുക്ക് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ധൈര്യമുണ്ട്. എനിക്ക് വേറെയും ഫാമിന് സ്ഥലമുണ്ട്. പണിക്കാരെ കൂടുതൽ ആശ്രയിക്കേണ്ടതുകൊണ്ടാണ് അവിടെ തുടങ്ങാത്തത്. അവിടെ ഒരു 40 പശുവിനെ കെട്ടാനുള്ള ഫാം വേറെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തൽക്കാലം എൻ്റെ ജീവിതം ഹിന്ദി ടീച്ചർ കോഴ്സും ഡിഗ്രിയും കഴിഞ്ഞാണ്. അതില്ലെങ്കിലും ഈ പശു വളർത്തൽ കൊണ്ടാണ് ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഒരു 100-150 ലിറ്റർ പാല് 10-40 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് സൊസൈറ്റി അളക്കുന്ന ഒരു കർഷകനാണ്. കേരളത്തിൽ പശുക്കളെ വാങ്ങാൻ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന നല്ല 2 സ്ഥലങ്ങൾ ചിന്താമണിയും തമിഴ്നാട്ടിലെ ഈറോഡാണ്. ഈ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുള്ള കർഷകർ വന്ന് പശുക്കൾ വാങ്ങുന്നതുകൊണ്ട് ഒരു ചെറിയ ശരാശരി പശുവിന് 1.5 ലക്ഷം രൂപ വരെ വില വന്നിട്ട് ഈ വർഷം 2.5 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ പശുക്കളെ തമിഴ്നാട്ടിൽ വിൽക്കപ്പെട്ടു. അപ്പോൾ നമ്മൾക്ക് പശുക്കളെ വാങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കിടാക്കളെ വളർത്തിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. ഇത് ജേഴ്സിയാണ്. ഇതിൻ്റെ തള്ളയ്ക്ക് 25 ലിറ്ററിൽ ഫസ്റ്റ് ലാക്ടേഷൻ കിട്ടിയതാണ്. ഇതിൻ്റെ തള്ളയ്ക്ക് 27 ലിറ്റർ കിട്ടിയ ജേഴ്സിയാണിത്. അത് നമ്മൾ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി തമിഴ്നാട്ടിൽ പോയിട്ട് 1.5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്ത് പശുക്കളെ വാങ്ങിയിട്ട് നമ്മൾ കറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മുതലാവില്ല. ഇപ്പം ഈ കാഫ് ഡ്രിങ്കിങ് ബക്കറ്റ് 27-28 കൊല്ലം മുമ്പ് നമ്മൾ വാങ്ങിയതാണ്. അന്ന് ഓൺലൈനിൽ അമേരിക്കയിൽ നിന്നുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങി വരുത്തിയാണ്. അന്ന് കേരളത്തിൽ ഈ കാഫ് ഡ്രിങ്കിങ് ബക്കറ്റ് കാണാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നു, കന്നുകുട്ടികൾ പാല് കുടിക്കുന്നതും. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് 2-3 ജില്ലകളിലെ ഡോക്ടർമാർ അതിന് പ്രത്യേകം ഫണ്ട് വെച്ചുകൊണ്ട് അവരിവിടെ വന്ന് ഷൂട്ടിംഗ് നടത്തിയിട്ട് ഈ കാഫ് ഡ്രിങ്കിങ് ബക്കറ്റ് കന്നുകുട്ടികളെ എങ്ങനെ വളർത്താമെന്നുള്ള പ്രോജക്റ്റിൽ വേണ്ടി 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നു മുതൽ ഈ പാത്രത്തിന് ഇപ്പോൾ മാത്രം മാറ്റിക്കൊണ്ട് ഇതിലിപ്പോൾ കൊടുത്താലും ഇതാ കുടിക്കുന്നതാണ്. ഇതിപ്പോൾ 1.5 വയസ്സായ കുട്ടിയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് പാല് കുടിക്കും. ഏത് കുട്ടി ഇതിൽ നിന്ന് പാല് കുടിക്കാൻ തരാം, പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും ഇതിൽ നിന്ന് കുടിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൊത്തം പാല് മെഷീന് കറന്നെടുത്തതിന് ശേഷം ഇതിലാവശ്യമായ പാൽ, ഇതിൽ 8 ലിറ്റർ പാല് കൊള്ളും. ശരീരഭാരത്തിൻ്റെ 15% നമ്മൾ കൊടുക്കൽ. മൃഗസംരക്ഷണ വകുപ്പ് 10% പറഞ്ഞാലും നമ്മൾ 15% വരെ കൊടുത്തിട്ടാണ് നമ്മൾ 1 വയസ്സാകുമ്പോഴത്തേക്കും കന്നുകുട്ടികളെ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നത്. കന്നുകുട്ടികൾ വളർത്തിയെടുത്താൽ നമ്മൾക്കൊരു പശു പ്രസവിക്കുമ്പോഴത്തേക്ക്, ഒരു കന്നുകുട്ടി പ്രസവിക്കുമ്പോഴത്തേക്ക് ഏകദേശം 85,000 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. എന്നിരുന്നാലും അപ്പോൾ നമ്മുടെ തൊഴുത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ നല്ല പാൽപ്പാനമുള്ള പശുക്കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതും കൊണ്ടുള്ളൊരു മെച്ചം. പിന്നെ 2 മാസം നമ്മൾ പാൽ കൊടുത്തതിന് ശേഷം അതിനിടയ്ക്ക് തന്നെ ഒരു നേരം രാവിലെ ഒരു 2.5 ലിറ്റർ പാല്, വൈകുന്നേരം 2.5 ലിറ്റർ പാല്, ഉച്ചയ്ക്ക് നമ്മൾ അമൂലിൻ്റെ പൊടി, മിൽക്ക് റീപ്ലേസറിന് ആ പൊടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ 7ാമത്തെ മാസം തന്നെ ഇത് പിന്നെ ഇതായി കുത്തിവെക്കാൻ വളർച്ചയായി. പക്ഷേ ഇത് കുറച്ചുകൂടെ വളരട്ടെ എന്നിട്ട് കുത്തിവെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അറ്റ്ലസിൻ്റെ കുട്ടിയെ കണ്ടു, അതുപോലെ വിമിൻ്റെ ഡയറി ഫാമിംഗ് വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞടി.